ഇന്ന് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്കിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒന്നും ഓവനിൽ വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ കുക്കറിൽ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാറുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് ഒരു ചെറിയൊരു ചീനച്ചട്ടിയിൽ വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ കേക്ക് നിങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ട് അല്ലെങ്കിൽ കുക്കറിൽ വെച്ചിട്ടൊക്കെ ചെയ്യാം. പക്ഷേ ഇതൊരു കുഞ്ഞ് ചീനച്ചട്ടി ആകുമ്പോൾ അതിന്റെ ചൂട് നന്നായിട്ട് നിൽക്കുകയും ചെയ്യും. നമ്മുടെ കേക്കൊക്കെ ആയിരുന്നാലും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിവിടെ അലുമിനിയത്തിന്റെ ചെറിയ ചീനച്ചട്ടിയിലാണ് ഇത് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. പിന്നെ മിക്കവാറും വരാതെയാണ് കുക്കറിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുക്കർ കരിഞ്ഞു പോകണോ, കുക്കർ കേട് വരണമെന്നൊക്കെ. പക്ഷെ ഇത് ഒരു കുഞ്ഞ് ചീനച്ചട്ടി ആകുമ്പോൾ ഈ ചീനച്ചട്ടിക്ക് അധികം വിലയൊന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചീനച്ചട്ടി പറഞ്ഞാൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതിന്റെ മിക്സിംഗ് ഒക്കെ ആയിരുന്നാലും പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് കേക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ മിയാക്കി ചാനലിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു സ്നാക്ക് റെസിപ്പി ആയിരുന്നു, ഒരു എരിവുള്ള ഒരു 4 മണി പലഹാരം. അതിന്റെ വീഡിയോ നിങ്ങൾ കാണാതായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കൂടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്, ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കൊട്ട് സമയം കളയേണ്ടതന്നെ നമ്മുടെ കേക്ക് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. നമ്മുടെ കേക്കിന്റെ മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിലായിട്ട് അളവ് എടുക്കുന്നത്. 250 ml മെഷറിംഗ് കപ്പിൽ 3/4 കപ്പ് പൊടിച്ചേക്കുന്ന പഞ്ചസാരയാണ്. പഞ്ചസാര പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. കാരണം പൊടിച്ചിട്ട് ചേർക്കാം, അപ്പോഴായിരിക്കും നമ്മുടെ മിക്സിങ്ങിൻ്റെ കൂടെ ശരിക്കും നമുക്ക് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിലേക്ക് 2 മുട്ട ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ മുട്ട കഴിക്കാത്തവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയ്ക്ക് പകരം 250 ml മെഷറിംഗ് കപ്പിൽ 1/2 കപ്പ് തൈര് ചേർക്കാം, അധികം പുളിയില്ലാത്തത്. ഇതിപ്പോൾ ഞാനിതിലേക്ക് ചേർത്തത് താറാമുട്ട കേട്ടോ. താറാമുട്ട തന്നെ ചേർക്കണം നിർബന്ധമില്ല, കോഴിമുട്ട ചേർത്താലും മതി. ഇപ്പം എൻ്റെ അടുത്ത് കോഴിമുട്ട ഉണ്ടായില്ല, അതുകൊണ്ടാണ് താറാമുട്ട ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തേക്കുന്നത്. ഇത് 3 കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചസാരയ്ക്ക് ഇതിൻ്റെ കൂടെ നന്നായിട്ടുണ്ട് മിക്സ് ആയിട്ട് ഇതിൻ്റെ കളർ ഒരു ലൈറ്റ് കളറായിട്ട് വരണം. നോക്കി ഇതേപോലെ ഇങ്ങനെ മിക്സ് ആയി വഴിക്ക് തന്നെ നിങ്ങൾ ഇത് നിർത്തരുത് കേട്ടോ, കാരണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ മുട്ടയും പഞ്ചസാരയും ഓയിലും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറായിരുന്നാലും ഒരു ലൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇടണം. പിന്നെ ചിലർ പറയുന്ന ഒരു പരാതിയാണ് ഇതേപോലെ മുട്ട ചേർത്തിട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ മുട്ടയുടെ സ്മെല്ല് ചിലവർക്ക് തീരെ ഇഷ്ടമില്ല. അപ്പോൾ സ്മെല്ല് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. പിന്നെ മുട്ടയുടെ സ്മെല്ലൊട്ട് ഇല്ലാണ്ടിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ബീറ്റർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് നല്ല ഫ്ലഫി ആക്കിയിട്ട് അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം. അങ്ങനെ എത്ര നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് എടുക്കണോ അപ്പോൾ ആ മുട്ടയുടെ സ്മെല്ല് തീരെ ഉണ്ടാവില്ല. നമുക്ക് മൈദപ്പൊടിയും പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്ന് അരിപ്പയിൽ അരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ടേബിൾ സ്പൂണിലല്ല ചേർക്കുന്നത്, ടീസ്പൂണിലാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കാം. ഇതിലേക്ക് 2 നുള്ളി ഉപ്പ് ചേർക്കാം. നിങ്ങൾക്ക് വാനില എസൻസിൻ്റെ ടേസ്റ്റിന് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാനില എസൻസ് ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എസൻസ് ചേർക്കാം. ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട, നമുക്ക് ഏലക്കായയുടെ ടേസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏലക്കായ ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഏലക്കായാണ് ചേർക്കുന്നത്. ഏലക്കായ ചേർക്കാം, അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഈ 2 നുള്ളി ഏലക്കായ പൊടിച്ചാണ് ചേർത്തത്. ഇതെല്ലാം കൂടിയിട്ടൊന്ന് അരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ നമ്മുടെ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും പിന്നെ മൈദപ്പൊടിയും ഏലക്കായും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവുകയും ചെയ്യും. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ബാറ്ററി കുറച്ച് ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കണേന് തന്നെ കറക്റ്റായിട്ടൊരു അളവില്ല, പക്ഷേ ഞാൻ ഇതിലേക്ക് എത്രയും പാല് ചേർക്കണമെന്നുള്ളത് പറയാം. കാരണം ഇതിപ്പോൾ താറാമുട്ട ആയതുകൊണ്ട് തന്നെ കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കോഴിമുട്ടയാണ് ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇച്ചിരിയും കൂടിയും ഒന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റായിട്ടിരിക്കുക. അപ്പോൾ അതനുസരിച്ചിട്ട് പാല് ചേർത്തിട്ട് ബാറ്ററി ലൂസാക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് കേക്ക് റെഡിയാക്കിയിട്ട് എടുക്കുക. നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലുണ്ടല്ലോ, ആ ഗ്ലാസ്സിൽ എടുക്കുന്ന ഗ്ലാസ്സിലായിരിക്കണം എല്ലാത്തിൻ്റെ അളവ് എടുക്കേണ്ടത്. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാറ്ററി ഭയങ്കര ടൈറ്റായിട്ട് ഇരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പാല് ചേർക്കുക. ഭയങ്കര ലൂസായിട്ടാണ് ഇരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മൈദപ്പൊടി ചേർക്കുക. പക്ഷേ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മെഷറിംഗ് കപ്പ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഷറിംഗ് കപ്പിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ചിലപ്പോൾ ഇതിനകത്ത് കുറച്ച് നേരം വലിയ കട്ട പോലെ എടുക്കണ്ട, ആ കട്ടയ്ക്ക് ഒന്ന് ഉടച്ചിട്ട് എടുക്കുക.
അപ്പോൾ അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി ഇതേപോലത്തെ ഒരു സ്പാച്ചറി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ മിക്സിംഗ് ഒക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാട്ടോ. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഇതിന് എല്ലാവരും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്ററി കുറച്ച് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഞാനിതിലേക്ക് പാല് ചേർക്കാണ്. അത് പാല് തിളപ്പിച്ച പാലായിരുന്നാലും കുഴപ്പമില്ല, തിളപ്പിക്കാത്ത പാലായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ മിക്സിങ് കറക്റ്റായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലേ ചേർത്തുള്ളൂ. ഇപ്പോൾ കോഴിമുട്ടയാണ് എടുക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ പാല് വേണ്ടി വരും. അപ്പോൾ താറാമുട്ട വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. താറാമുട്ട കോഴിമുട്ട ആയിരുന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാടമുട്ട വെച്ചിട്ടും നിങ്ങൾക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതനുസരിച്ചിട്ട് മുട്ട ചേർത്താൽ മതി. കാടമുട്ടയ്ക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 7 കാടമുട്ട വേണ്ടി വരും. ഇതാ നോക്കിക്കേ, നമ്മുടെ കേക്കിൻ്റെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. മിക്സിങ് ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം, ഭയങ്കര ടൈറ്റായിട്ട് ഇരിക്കരുത്. അപ്പോൾ ഞാനിവിടെ നോക്കിയേ ഇതേപോലത്തെ ഒരു കേക്ക് ടിന്നാണ് എടുത്തേക്കുന്നത്. ഇത് 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാട്ടോ. അത് നമ്മൾ ഇപ്പോൾ കേക്ക് ടിന്ന് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് സ്റ്റീലിൻ്റെ പാത്രമായിരുന്നാലും അതിനകത്ത് വെച്ചിട്ട് നമുക്ക് കേക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. പക്ഷേ നമ്മൾ എടുക്കണ ആ പാത്രത്തിലേക്ക് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കുമ്പോൾ ഒരു 3/4 ഭാഗത്തിൻ്റെ അടുത്തുണ്ടാവണം ബാറ്റർ. എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വരുമ്പോൾ നമ്മുടെ കേക്കിന് ഒരു തിക്നെസ് ഉണ്ടാവില്ലേ, അത്രയ്ക്കുള്ള തിക്നെസ് നമുക്ക് കിട്ടുള്ളൂ. ഞാനിതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കേക്കിലേക്ക് ഏത് ഓയിൽ ഒഴിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ആയിരുന്നാലും കുഴപ്പമില്ല. ഓയിൽ ഇതിൻ്റെ ഉള്ളിലും സൈഡിലും നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ പാച്ച്മെൻറ്റ് പേപ്പറോ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിടാം. പക്ഷേ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് മൈദപ്പൊടിയും ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, നമ്മുടെ കേക്ക് കരിയാണ്ട് നമുക്ക് കിട്ടും. ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക. മൈദപ്പൊടി ഇട്ട വഴിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. പാത്രത്തിൻ്റെ അടിയിലും സൈഡിലൊക്കെ ഒന്ന് മൈദപ്പൊടി ആവാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ വരുന്ന ഈ മൈദപ്പൊടി ഉണ്ടല്ലോ അത് നമ്മൾ തട്ടിക്കളയണം കേട്ടോ. തട്ടിക്കളയട്ടെ. അപ്പോൾ ഇനി ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാം നമുക്ക്. ഇനി നമ്മളൊരു സമയത്ത് നോക്കിയേ, ഇപ്പോൾ നമ്മൾ ഈ എടുത്തേക്കണം ഈ സ്പൂണുമ്മ ബാറ്ററി ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തേക്കരുത് കേട്ടോ. അത് സൈഡിൽ ഇരുന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് പുകയാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ഇത് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ള എയർ ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യും, കേക്കൊന്ന് ലെവലായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യണത് നോക്കി ഇതേപോലത്തെ ഒരു ചീനിച്ചട്ടിയിൽ വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്യണത്. ഇതിപ്പോൾ അലുമിനിയത്തിൻ്റെ ചീനിച്ചട്ടിയാണ്, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വെച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ സാധാരണ നമ്മൾ കുക്കറിൽ വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്യില്ലേ, അതേപോലെ കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കുക. അല്ലെങ്കിൽ അത് ഓവനിൽ വെച്ചിട്ടും കേക്ക് നമുക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കുക. സാധാരണ നമ്മൾ നോർമൽ കേക്ക് ബേക്ക് ചെയ്യണ പോലെ 350 ഫാരനൈറ്റിൽ സെൻറ്റിഗ്രേഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 170 സെൻറ്റിഗ്രേഡിൽ വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കുക. ബേക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റിൻ്റെ അടുത്ത് എടുക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ചീനിച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടാക്കുക. ചൂടാക്കുമ്പോഴായിരുന്നാലും കുക്കറായിരുന്നാലും എന്തായിരുന്നാലും ഫസ്റ്റ് നമ്മൾ ചൂടാക്കുമ്പോൾ ഭയങ്കരമായിട്ട് തീ കൂട്ടി വെച്ചിട്ട് ചൂടാക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുക വന്നിട്ടുണ്ടാവും ഓൾറെഡി. പിന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് കേക്കൊക്കെ മൂടി വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പുകച്ചുക നമ്മുടെ കേക്കിലേക്ക് വരും. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് കൂട്ടി വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ചൂടാക്കണ്ട, പുക വരരുത് ഒരു സമയത്ത്. അതനുസരിച്ചിട്ട് തീ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ചൂടാക്കുക. നമ്മൾ ഓവനിലേക്ക് വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്യില്ലേ, അതാണ് നമ്മളിവിടെ ചെയ്യണത്. ഇപ്പോൾ നമ്മുടെ ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കൈ വെക്കുമ്പോൾ നല്ല ചൂട് വരുന്നുണ്ട്, പക്ഷേ പുക ഒട്ടും വരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനകത്ത് ഉപ്പൊന്നും ഇടണില്ല, ഉപ്പിടാണ്ടാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. കുക്കറിലായിരുന്നാലും ഉപ്പിടാണ്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാം. ഞാനിപ്പോൾ ലാസ്റ്റ് വീഡിയോസുകളൊക്കെ ചെയ്തേക്കുന്നത് ഉപ്പിടാണ്ടാണ് കേക്ക് ബേക്ക് ചെയ്തേക്കുന്നത്. എന്നാലും നമുക്ക് ശരിക്കും നമുക്ക് റെഡിയായി കിട്ടും, ഉപ്പിൻ്റെ ആവശ്യമില്ല ശരിക്കും. ഞാനിവിടെ ഒരു ബേസ് വെച്ചിട്ടുണ്ട്. ബേസ് വയ്ക്കുമ്പോൾ നോക്കിയാൽ ഇതേപോലെ കുറച്ച് പൊന്തിയിട്ടുള്ള ബേസ് വേണം വെക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് താണിരിക്കരുത്. ഒരുപാട് താണ് നമ്മുടെ ഈ കേക്കിൻ്റെ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യണത് ഒരുപാട് താണിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് ഭയങ്കരമായിട്ട് ഇതിൻ്റെ അടിയിലേക്ക് അടിക്കും. അപ്പോൾ കേക്ക് ശരിക്കും ബേക്കായിട്ട് വരില്ല, കേക്ക് വെന്ത പോലെ വരും. പിന്നെ ഒരുപാട് താണിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുകച്ചൊക്കെയും വരും. അപ്പോൾ ഈ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇത് ഈ ചീനിച്ചട്ടിയിൽ ഒരു കറക്റ്റ് പാകത്തിലിരിക്കുന്ന പാത്രമാണ്. ഇനി ഒരു മൂടി വെച്ചിട്ട് മൂടാം. മൂടി മൂടുമ്പോൾ ഇതിപ്പോൾ കുറച്ച് പൊന്തിയിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഫ്ലാറ്റായിട്ടുള്ള മൂടി വെച്ചിട്ട് മൂടരുത് കേട്ടോ. കാരണം ഈ കേക്കൊന്നും നന്നായിട്ട് പൊന്തി വരുമല്ലോ. അപ്പോൾ നോക്കിക്കേ, ഞാനിവിടെ കുറച്ച് ഇങ്ങനെ കുഴിയുള്ള ഒരു മൂടിയാണ് എടുത്തേക്കുന്നത്. ഇങ്ങനെ കുഴിയുള്ള മൂടി വെച്ചിട്ട് വേണം നമ്മൾ മൂടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒരുപാട് താണിരിക്കണ ചീനിച്ചട്ടി അല്ലെങ്കിൽ കുക്കറൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുഴപ്പമില്ല. ഇത് കുറച്ച് പൊന്തിയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് മൂടി വയ്ക്കുകയാണ്.
ഇത് ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്. വലിയ ബർണറൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിനേക്കാളും ഒരു പൊടിക്കൊന്ന് കുറച്ചിട്ട് വെക്കാം. പറഞ്ഞത് എന്തിനാന്ന് വെച്ചാലുണ്ടല്ലോ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ തീ ഒന്നും കൂടി ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ കേക്ക് ഒന്ന് നന്നായിട്ട് പൊന്തിയിട്ട് സൈഡിലൊക്കെ ഒരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ തീ ആയിത്തേനേക്കാളും ഒന്ന് പൊടിക്ക് കുറച്ച് വെക്കണം കേട്ടോ. ആ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം ഞാനൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് നോക്കി ഈ മൂടി ഇട്ടിട്ടുണ്ട് മൂടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോക്കിയാൽ പൊന്തി വന്നപ്പോൾ ചെറുതായിട്ട് അടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ഞാൻ മാറ്റിയിട്ട് ഇതേപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം വെച്ചിട്ട് മൂടിയത്. കാരണം കേക്ക് പൊന്തി വരുമ്പോൾ അടിയിൽ തട്ടൂട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് കുറച്ച് പൊക്കമുള്ള മൂടി വേണം വെക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ നോക്കിക്കേ, നമ്മുടെ കേക്കിൻ്റെ മോൾ ഭാഗമൊക്കെ ആയിരുന്നാലും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചെറിയ ചീനച്ചട്ടിയിൽ വെക്കുമ്പോൾ നന്നായിട്ട് ചൂട് കിട്ടുകയും ചെയ്യും. കേക്കിൻ്റെ മോൾ ഭാഗമൊക്കെ ആയിരുന്നാലും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ കേക്ക് നിങ്ങൾ ബേക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് സൈഡിൽ ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ പിന്നെ തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക. ഭയങ്കരമായിട്ട് കുറച്ച് വയ്ക്കണ്ട. അപ്പോൾ കേക്ക് ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരും. തുടക്കത്തിൽ തന്നെ തീ കുറച്ച് വയ്ക്കരുത്. കാരണം അത്യാവശ്യം നല്ല ചൂടുണ്ടെങ്കിൽ മാത്രമേ കേക്ക് നന്നായിട്ട് പൊന്തി വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് കേക്ക് ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സൈഡിലേക്കാണ്ട് കളർ മാറി തുടങ്ങും. അങ്ങനെ മാറി തുടങ്ങുമ്പോൾ തീ ഒന്നും കൂടി ഒന്ന് കുറച്ചിട്ട് വയ്ക്കുക. ഈ കേക്ക് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈർക്കിളി അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അല്ലെങ്കിൽ നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഈ കേക്ക് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലർ പറയുന്ന ഒരു പരാതിയാണ് കേക്ക് റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കേക്ക് താഴത്തേക്ക് ഇരുന്ന് പോകണമെന്ന്. അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാരണം ചിലപ്പോൾ കേക്കിൻ്റെ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് കേക്ക് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ അടിയിലേക്ക് ഇരുന്ന് പോകുന്നത്. ചില കേക്ക് നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഈർക്കിളി വെച്ചിട്ട് നമ്മൾ കുത്തി നോക്കിയാൽ അത് ക്ലീനായിട്ട് വരും. പക്ഷേ ആ ഒരു കേക്കിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, ഒരു പിരി ആയിട്ടുള്ളൊരു ടെക്സ്ചർ, ആ ടെക്സ്ചറിലേക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല. കേക്ക് നമുക്കിങ്ങനെ വെന്ത പോലെ ഇരിക്കും. പക്ഷേ നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ എന്താ പറയുക, കേക്കിൻ്റെ ഉള്ളിൽ അത്രയാണ്ട് സോഫ്റ്റ് ഇല്ലാണ്ട് ആ പഞ്ഞി പോലത്തെ ഒരു ടെക്സ്ചർ വരില്ല. കേക്ക് ചൂടാറി കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്ത് നോക്കുക. പിന്നെ കേക്ക് റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ചീനച്ചട്ടിയിൽ വയ്ക്കരുത് കേട്ടോ. ചീനച്ചട്ടി ആയിരുന്നാലും നോക്കട്ടെ, അടിയിലൊന്നും അങ്ങനെ പിടിച്ചിട്ടില്ല. അത് നോക്കിയേ, ചീനട്ടി നോക്കി ഇവിടെ ഈ സൈഡിൽ മാത്രമേ കളർ മാറിയിട്ടുള്ളൂ. ഉള്ളിലൊക്കെ ആയിരുന്നാലും നോക്കിയേ ഒട്ടും കളറും മാറിയിട്ടില്ല. അപ്പോൾ നമുക്ക് കേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അത് നോക്കിക്കേ, നമ്മുടെ കേക്ക് ഇരിക്കുന്നുണ്ട്. കേക്ക് നല്ല സ്പോഞ്ചായിട്ടാണ് ഇരിക്കുന്നത്. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട് കേക്ക്. കണ്ട സ്പോഞ്ച് നമ്മളിങ്ങനെ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊന്തി വരില്ല. അതേപോലെ തന്നെ നോക്കി ഈ കേക്ക് ആയിരുന്നാലും അതേപോലെ അതൊക്കെ അങ്ങനെ പൊന്തി വരും. പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ അത്രയ്ക്ക് തന്നെ ചേർക്കണം കേട്ടോ. പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എടുക്കുമ്പോൾ എക്സ്പയറി ഡേറ്റും നോക്കാം. എന്നിട്ട് നിങ്ങൾ ഇതേപോലെ ഞാൻ ആ പറഞ്ഞ പോലെ കേക്ക് റെഡി ആക്കിയിട്ട് നോക്കാം. നിങ്ങൾക്ക് ഇതേപോലെ നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും.